അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ഇവിടെ ഇനി ചോദ്യത്തിൻ്റെ സെഷനാണ്. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ മുകളിൽ ഞാൻ ഇട്ടിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസാണ്. അവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും തന്നെ പറയുന്നു, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതുപോലെ നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന ഏതൊരു കാര്യവും അതും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സമസ്തക്കാർ പറയുന്ന പ്രകാരം റസൂല് പഠിപ്പിക്കാത്ത നബിദിനാഘോഷം, അതുപോലുള്ള സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഇവിടെ റസൂലിന്റെ ഉത്തരവാദിത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നല്ലേ വരിക? സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടത്തിക്കൂട്ടാൻ അധികാരമുണ്ട്, ശരീഅത്ത് നിർമ്മിക്കാൻ അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചവൻ അള്ളാഹുവിൽ ശിർക്ക് ചെയ്തവനാണ് എന്ന് മുകളിലെ ആയത്ത് കൊണ്ട് ഞാൻ ഇവിടെ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ റസൂലിന്റെ കാര്യത്തിൽ പോലും ഇവരുടെ വിശ്വാസം എങ്ങനെയായി പോകും? റസൂലിന്റെ കാര്യത്തിൽ റസൂല് വഞ്ചന കാണിച്ചു. നബിദിനാഘോഷം നമ്മളെ പഠിപ്പിച്ചില്ല. നബിദിനാഘോഷം മുഖേന സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ല. അങ്ങനെ അതുവഴി അള്ളാഹുവിന്റെ റസൂല് വഞ്ചന കാണിച്ചു എന്നല്ലേ ഈ സമസ്തക്കാരുടെ വിശ്വാസം വരിക? സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ ഇവർ വഞ്ചകൻ എന്നാണ് ചിന്തിക്കുന്നത്. മൗലൂദ് പഠിപ്പിക്കാത്ത റസൂല്, അള്ളാഹുവിലേക്കും റസൂലിംഗിലേക്കും ഒക്കെ അടുപ്പിക്കാൻ കഴിയുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന കാര്യം അള്ളാഹുവിന്റെ റസൂല് മറച്ചു വെച്ച് പഠിപ്പിച്ചില്ല. അള്ളാഹുവിന്റെ റസൂല് വഞ്ചന കാണിച്ചു, വഞ്ചകരായ റസൂൽ എന്നല്ലേ അപ്പോൾ ഇവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാവുക സുഹൃത്തുക്കളെ. അപ്പൊ ഇവരുടെ വിശ്വാസപ്രകാരം വഞ്ചകനാണ് റസൂൽ എന്നാണ് വരിക. പണ്ഡിതന്മാർ അക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ വളരെ ക്ലിയർ ആയിട്ടും അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ലൈസ ഷൈഇൻ യുഖരിബുകും ഇലൽ ജന്ന, ഒരു വസ്തുവും ഇല്ല നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വസ്തുവും ഇല്ല. ഇല്ലാ ഖദ് അമർത്തുക്കും, ഞാൻ നിങ്ങളെ കൊണ്ട് കൽപ്പിക്കാതെ, ബിഹി, ഞാൻ നിങ്ങളെ അതുകൊണ്ട് കൽപ്പിക്കാതെ ഒരു വസ്തുവും ഇവിടെ ഇല്ല. അപ്പൊ നബിദിനാഘോഷം ഇല്ല. അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന വസ്തുവല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലൈസ ശൈഇൻ യുഖരിബുകും ഇലന്നാർ, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് പറയുന്നു, ഇല്ലാ ഖദ് നഹീതുകും, ഞാൻ അത് നിരോധിക്കാതെ ഇല്ല, അൻഹു, അതിനെ തൊട്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ഇവിടെ പൂർണ്ണമായും ശരീഅത്ത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ സുഹൃത്തുക്കളെ, എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഞാൻ മുകളിൽ സൂചിപ്പിച്ചതുപോലെ, എന്താണ് ബിദ്അത്ത്, എന്താണ് സുന്നത്ത്? ഇനി ബിദ്അത്തുൻ ഹസനയും ബിദ്അത്തുൻ സയ്യിഅത്തും ഉണ്ടെങ്കിൽ അതെന്താണ്? കൃത്യമായ നിർവചനം നിങ്ങൾ ഇവിടെ തെളിവ് സഹിതം പറയണം. ഇതാണ് എൻ്റെ ചോദ്യം. എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, എന്താണ് ബിദ്അത്തുൻ ഹസന, എന്താണ് ബിദ്അത്തുൻ സയ്യിഅ? കൃത്യമായി മുസ്ലിയാർ ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചു തരണം. ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. കൃത്യമായ തെളിവുകൾ സഹിതമായിരിക്കണം പറയേണ്ടത്. തൊള്ളപടായി ഇവിടെ ആവശ്യമില്ല. മാന്യവുമായിട്ടുള്ള നിർവചനമായിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലൽ ആലി വസ്സഹാബി അജ്മഈൻ. അമ്മാ ബഅദു. ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ മൗലവി സാഹിബ് അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിൽ തന്നെ അദ്ദേഹം പല വാചക കസർത്തുകളെ കൊണ്ടും ഓട്ടയടക്കാൻ നോക്കുന്ന വളരെ ഖേദകരമായ ചില സംസാരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത നല്ല കാര്യങ്ങൾ ചെയ്യാം, അത് ദീനിൽ വിരുദ്ധമായ ബിദ്അത്ത് അല്ല എന്ന കാര്യത്തിൽ ഏകാഭിപ്രായമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ഞാൻ ഹദീസ് ഉദ്ധരിച്ചിരുന്നു.
അവിടെ അദ്ദേഹം ചോദിക്കുക, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത എന്ത് കാര്യമാണ് സഹാബത്ത് ചെയ്തത് എന്ന് മൂപ്പര ചോദ്യം. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ചോദ്യം ആരാണ് ഈ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങളാ പറഞ്ഞ, കൈഫ അഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂല് ചെയ്തിട്ടില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? നബി അത് ചെയ്തിട്ടില്ല. ജംഉൽ ഖുർആൻ എന്നത് നബി ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അത് ചെയ്യും എന്ന് ചോദിച്ചത് സിദ്ദീഖുൽ അക്ബറാണ്. അതിനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മറുപടി, നബി അത് ചെയ്തിട്ടില്ല എന്നത് ഒരു ശരിയായ വാദമല്ല, നബി ചെയ്തിട്ടില്ല എന്നത് കൊണ്ടത് മാറ്റി നിർത്തപ്പെടേണ്ടതും അല്ല. വല്ലാഹി ദാലിക ഖൈർ, അത് വളരെ നല്ല കാര്യമാണ് അബൂബക്കറെ, ഖലീഫ അബൂബക്കറെ, അത് നല്ല കാര്യമാണ്. നബി അത് ചെയ്തിട്ടില്ല എന്ന വിദണ്ഡവാദം ഇവിടെ എന്തല്ല, അത് പറഞ്ഞുകൊണ്ട് ഈ നല്ല കാര്യത്തിനെ വിമർശിക്കാൻ അതിനെ കാരണമാക്കല്ല എന്ന് സയ്യിദുനാ ഉമർ. ഇതേ വിഷയം തന്നെ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് പോയപ്പോഴും, അപ്പൊ ഞാനല്ല പറഞ്ഞത് നബിയുടെ കാലഘട്ടത്തിൽ നബി ചെയ്തിട്ടില്ലാത്ത അതേ സംഗതികൾ സഹാബത്തുൽ കിറാം ചെയ്യുന്നു, നബി ചെയ്തിട്ടില്ലെങ്കിലും അത് നല്ലതാണെന്ന് ആ കാലഘട്ടത്തിലുള്ള മൊത്തം സഹാബത്തും അംഗീകരിക്കുന്നു. ഇത് ആ ഹദീസിന്റെ ബാഹ്യമായ വശം തന്നെ അതല്ലേ? അതിന്റെ വിശദീകരണമൊന്നും വേണ്ട, വ്യാഖ്യാനവും വേണ്ട, കൃത്യമായ ബാഹ്യമായ വശം തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വാചകത്തിൽ നിന്നും സയ്യിദുനാ ഉമറിന്റെ പ്രതികരണത്തിൽ നിന്നും അത് വ്യക്തമാകുന്നുണ്ടല്ലോ. ഇനി മൂപ്പര് ചോദിക്കുന്നത് എന്താണ് ബിദ്അത്ത് എന്നാൽ? ബഹുമാനപ്പെട്ട ഹാഫിൾ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ നിന്നാണ് മറുപടി. ഇനി കേട്ടില്ല, തെളിവ് പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട. കുല്ലു മാ ലം യകുൻ ഫീ സമനിഹി യുസമ്മാ ബിദ്അതൻ. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത മുഴുവൻ സംഗതികളെയും ബിദ്അത്ത് എന്ന് പേര് പറയപ്പെടാം. ശ്രദ്ധിക്കണേ, അങ്ങനെ പേര് പറയപ്പെടാം. യുസമ്മാ ബിദ്അതൻ, അങ്ങനെ പേര് പറയപ്പെടാം. ലാകിന്ന മിൻഹാ മാ യകൂനു ഹസനൻ വമിൻഹാ മാ യകൂനു ബിഖിലാഫിഹി. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, ഇബ്നു ഹജർ തങ്ങൾ പറയാ, ലാകിന്ന മിൻഹാ, അതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്തുണ്ട്? ഹസനൻ, മാ യകൂനു ഹസനൻ, നല്ലതായ കാര്യങ്ങളും ഉണ്ട്. വമാ യകൂനു ബിഖിലാഫിഹി, അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അതെന്താ? ബിദ്അത്ത് ഹസന, ബിദ്അത്ത് ഹസന അല്ലാത്തത്, ഇത് രണ്ടും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇത് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി തങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ, നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം എപ്പോഴാണ് ബിദ്അത്ത് ഹസനയാവുക സയ്യിആവുക? അതിന് തഹ്ഖീഖ് പറയാണ്, അന്നഹ ഇൻ കാനത് മിമ്മാ യൻദരിജു തഹ്ത മുസ്തഹ്സിനിൻ ഫി ശർഇ ഫഹുവ ഹസന. അത് ദീനിൽ നല്ല കാര്യമായി ഗണിക്കപ്പെടുന്നതാണെങ്കിൽ അത് ഹസനത്തായ ബിദ്അത്താണ്, നല്ല ബിദ്അത്താണ്. വ ഇൻ കാനത് മിമ്മാ യൻദരിജു തഹ്ത മുസ്തഖ്ബഹിൻ, അത് മോശം കാര്യമായി ഗണിക്കപ്പെടുന്നതാണെങ്കിൽ ഫഹിയ മുസ്തഖ്ബഹ, അത് വൃത്തികെട്ട ബിദ്അത്തും ആണ്. വ ഇല്ല, ഇത് രണ്ടുമല്ല എങ്കിൽ ഫഹിയ മിൻ ഖിസ്മിൽ മുബാഹി, ഹലാലിന്റെ ഗണത്തിലും പെടും. ഇബ്നു ഹജറിനിൽ അസ്ഖലാനി രേഖപ്പെടുത്താണ്, ദീനിൽ ആ കാര്യം നല്ലതാണെന്ന് പരിഗണിക്കപ്പെടുവോ എന്നാൽ അത് ഹസനായ ബിദ്അത്താണ്. അല്ല, നല്ലതല്ല എന്നാണ്, ചീത്തയായിട്ടാണോ പരിഗണിക്കുന്നത് എന്നാൽ അത് മോശം ബിദ്അത്താണ് ദീനിൽ. ഇനി ഇത് രണ്ടും അല്ലാത്തതാണോ എന്നാൽ അത് ഹലാലായ ബിദ്അത്താണ്. ഇതാണ് ഇത് രണ്ടിന്റെയും ഇടയിലുള്ള തഹ്ഖീഖ് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തുന്നു. വബില്ലാഹി തൗഫീഖ് വബിഹി നസ്തഈൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, നമ്മുടെ മുസ്ലിയാരുടെ വാദം എന്താണ്? അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ദീനുൽ ഇസ്ലാമിലേക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൂട്ടിക്കടത്തി കൊണ്ടുവരാം, പക്ഷെ അത് നല്ലതായിരിക്കണം.
അത് തിന്മയാണ് എന്ന് ഖുർആനിലോ സുന്നത്തിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ നല്ലതായ ഏത് വസ്തുവും ഏതൊരു കാര്യവും ഏതൊരു ആചാരവും ദീനുൽ ഇസ്ലാമിലേക്ക് കൂട്ടിക്കടത്തി കൊണ്ടുവരാനുള്ള അധികാരം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. സഹാബത്തിനുള്ളതുപോലെ മറ്റുള്ളവർക്കുണ്ട്, നിങ്ങൾക്കുമുണ്ട്, ഈ സമസ്തക്കാർക്കുമുണ്ട് എന്നാണ് മുസ്ലിയാരുടെ വാദം. അങ്ങനെയല്ലെങ്കിൽ മുസ്ലിയാർ അത് പറയണം. അപ്പോ സുഹൃത്തുക്കളെ, ഈ വാദമനുസരിച്ച് ഈ വാദം തെളിയിക്കാൻ വേണ്ടി മുസ്ലിയാർ കൊണ്ടുവന്നതാണ് സഹാബത്ത് ജംഉൽ ഖുർആൻ ചെയ്തിട്ടുണ്ട്. ജംഉൽ ഖുർആൻ സഹാബത്ത് ചെയ്തിട്ടുണ്ട് എന്നതാണ് വാദം. എന്നാൽ ഈ ജംഉൽ ഖുർആൻ അത് ദീനാണ്, ദീനുൽ ഇസ്ലാമിലേക്ക് പുതിയതായി കൂട്ടിച്ചേർത്തതാണ് എന്ന് സഹാബത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാണ് ചോദ്യം. റസൂലുള്ള ചെയ്യാത്തതോ എല്ലാം നമുക്ക് പാടില്ല എന്നൊരു അവകാശവാദമൊന്നും നമുക്കില്ലല്ലോ. ഈ മൊബൈല് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ പോലും റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ, റസൂൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇത് പാടില്ല എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മുജാഹിദ് പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണത്? അത് ഭൗതികമായിട്ടുള്ള കാര്യമാണ്, ദുനിയാ കാര്യമാണ്, അത് ദീനി കാര്യമല്ല. അത് ദീനല്ല. ഈ മൊബൈല് ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കടന്നു വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ പറയും അല്ല. അങ്ങനെ നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ നിങ്ങൾ ബിദ്അത്താണ്, നിങ്ങൾ ബിദ്അഇയാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ അത് ദീനായിട്ട് ലോകത്താരും കണക്കാക്കുന്നില്ല. അതുകൊണ്ടാണ് മൊബൈൽ എന്താകുന്നത്, അത് അനുവദനീയമാകുന്നത്. ഇമാം അസ്കലാനിയും അത്രയേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറം ഒന്നും അസ്കലാനി ഇവിടെ പറഞ്ഞിട്ടില്ല. ബിദ്അത്തുൻ ഹസന എന്നത് ഭാഷയിലുള്ള പ്രയോഗം എന്ന അർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ബിദ്അത്തുൻ ഹസനയാണ്. അതേസമയം ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും മോശമായി ചിത്രീകരിക്കുകയോ മോശമാക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്തുൻ സയ്യിഅയായി മാറും. ആ അർത്ഥത്തിലാണ് ഇവിടെ അസ്കലാനി ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള ബോധം മുസ്ലിയാർക്കുണ്ടാകണം, അത്രമാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ദീനുൽ ഇസ്ലാമിലേക്ക് ആരെങ്കിലും ഒരു നല്ല കാര്യമാണ് എന്ന് കരുതി പുതുതായി ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാൻ അധികാരമുണ്ടോ? ഇതാണ് ചോദ്യം. ഉദാഹരണത്തിന് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ ഒരു ദിവസം തീരുമാനിക്കുകയാണ്, റബീഉൽ അവ്വൽ 1 മുതൽ 11 വരെ നിങ്ങൾ നോമ്പെടുക്കണം, 12-ാം തീയതി റസൂലിന്റെ ജന്മദിനമാണ്, അന്ന് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണം എന്നിങ്ങനെ ഒരു നിയമം അങ്ങ് പാസ്സാക്കുകയാണെന്ന് കരുതുക. മുസ്ലിയാരുടെ സിദ്ധാന്തം അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ കഴിയും. ഇവിടെ നമസ്കാര ശേഷമുള്ള 3 സലാത്ത് 10 സലാത്ത് എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ പോലും ബിദ്അത്ത് ആണ്, അത് ചെയ്യരുത് എന്ന് പറയുന്ന ആളുകളാണ് ഈ സമസ്തയുടെ നേതൃത്വത്തിൽ ഉള്ള പലരും. സലാത്ത് പുണ്യമല്ലേ, എന്നിട്ട് എന്തുകൊണ്ടാണ് നമസ്കാരത്തിന് ശേഷം അത് പാടില്ല എന്ന് പറയുന്നത്? അപ്പോ എൻ്റെ സുഹൃത്തുക്കളെ, ഇവിടെ ദീനുൽ ഇസ്ലാമിലേക്ക് പുതുതായി ആർക്കും ഒന്നും കൂട്ടിച്ചേർക്കാൻ അധികാരമില്ല എന്ന സത്യം വസ്തുത ജനങ്ങൾക്കറിയാം. ഈ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന വിവരദോഷികൾക്കറിയില്ല എന്നതാണ് സത്യം. എൻ്റെ സുഹൃത്തുക്കളെ, ഇവിടെ എൻ്റെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് ചോദ്യം? ഇവിടെ ഹദീസ് മുഴുവൻ വായിക്കേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോൾ സമയമില്ല. 3.5 മിനിറ്റ് അത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലിൻ്റെ അടുക്കലേക്ക്, റസൂലിൻ്റെ ഇബാദത്ത് അന്വേഷിച്ചുകൊണ്ട് 3 ആളുകൾ റസൂലിൻ്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് വരികയും റസൂലിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ റസൂൽ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, നമസ്കരിക്കാതിരിക്കുന്നുണ്ട്, നോമ്പെടുക്കാതിരിക്കുന്നുണ്ട്, സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട് റസൂലിൻ്റെ ഭാര്യമാർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലുള്ള ബന്ധങ്ങളെല്ലാം ഉണ്ട്. അതോടൊപ്പം ജീവിതം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോ അവർക്ക് തൃപ്തിയായില്ല. അവർ പറഞ്ഞു, റസൂലിന് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ആളാണ്, അതുകൊണ്ട് നമ്മളത് പോരാ. ഞാൻ ഇന്നു മുതൽ രാത്രിയിൽ മുഴുവൻ നിന്ന് നമസ്കരിക്കും, പകൽ മുഴുവൻ ഞാൻ നോമ്പെടുക്കും എന്നൊക്കെ ഓരോരുത്തർ പ്രതിജ്ഞ എടുക്കുകയാണ്. അവർ റസൂൽ അത് കേട്ടിട്ട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അവർ നമ്മിൽപ്പെട്ടവനല്ല, റസൂലിന്റെ സുന്നത്ത് സ്വീകരിക്കാത്ത അവർ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് റസൂൽ പ്രതികരിക്കുന്നത്. അപ്പൊ മുസ്ലിയാർ പറയുന്നത് പോലെ നല്ല കാര്യങ്ങളെല്ലാം ആർക്ക് വേണമെങ്കിലും ദീനുൽ ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർക്കാൻ അധികാരം ഉണ്ട് എങ്കിൽ റസൂല് അവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന വാക്ക് പറയുമോ? അതാണ് എൻ്റെ ചോദ്യം. അതിന് മുസ്ലിയാർ ഇവിടെ ഇപ്പോൾ മറുപടി പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നമ്മുടെ മൗലവി സാഹിബ് ആദ്യത്തെ ചോദ്യം ചോദിച്ചു, എന്താണ് ബിദ്അത്ത്? ബിദ്അത്തുൻ ഹസന എന്ന ഒന്ന് ഉണ്ട് എങ്കിൽ അത് എന്താണെന്നും തെളിവ് സഹിതം ഉദ്ധരിച്ച് പറയണം. അത് ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ മൗലവിക്ക് പിന്നായിലൊന്നും ഉണ്ടാട്ടില്ല.
അപ്പൊ മൗലവി സാഹിബ് പറയാ, അതെ, ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് മാതിരിയാണെന്നാണ് ബഹുമാനപ്പെട്ട അസ്ഖലാനി ഇമാമ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുണ്ട്? മൊബൈൽ ഉപയോഗിക്കൽ ബിദ്അത്തുൻ ഹസനയാണ് സഹോ, അത് ഹലാലായ ബിദ്അത്താണ്. മനസ്സിലായോ? അത് ഹലാലായ ബിദ്അത്ത്. അത് വേറെ പറഞ്ഞിട്ടുണ്ട്. ശറഈ പിന്നെ അത് പ്രോത്സാഹനവും നൽകിയിട്ടില്ല, വിരോധിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അത് ഹലാലായ ബിദ്അത്താണ് എന്ന് തന്നെ ഇമാം ഇബ്നു ഹജറിനിൽ അസ്ഖലാനി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഹലാലായ ബിദ്അത്തിലാണ് ഏത് പെടുക? മൊബൈൽ ഉപയോഗിക്കൽ പെടുക. സാധുവിന് കിതാബും തിരിഞ്ഞില്ല, ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഉദ്ധരണിയും മനസ്സിലായില്ല, ഒന്നും തിരിഞ്ഞില്ല. ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ ദീന് മുസ്തഹ്സനായി കാണുന്നു, മുസ്തഹ്സനായി ദീന് പുണ്യമായി കാണുന്നു. അത് എന്നാൽ നബിയുടെ കാലഘട്ടത്തിൽ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബിദ്അത്തുൻ ഹസന എന്നാണ് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾക്ക് തിരിയാഞ്ഞിട്ടല്ല, നിങ്ങൾ പെട്ടപ്പോ, നിങ്ങൾ കുടുങ്ങിയപ്പോ, നിങ്ങളെ ചോദ്യം നിങ്ങളുടെ അണ്ണാക്കിലേക്ക് തന്നെ തറച്ച് കയറിയപ്പോ നിങ്ങൾ ആകെ ഉരുണ്ട് കളിക്കുകയാണ്. അതുകൊണ്ടൊന്നും രക്ഷയില്ല സഹോദര. നിങ്ങൾ പടുകുഴിയിലേക്ക് ആ ഒരൊറ്റ ചോദ്യത്തോടു കൂടെ ഇബ്നു ഹജർ തങ്ങളുടെ ഉദ്ധരണിയോടുകൂടെ നിങ്ങൾ ആപതിച്ചു പോയിട്ടുണ്ട്. പിന്നെ മൗലവി സാഹിബിന്റെ ഭയാനകമായ ചോദ്യം എന്താന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം, 3 ആളുകള് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ആയിഷ ബീവിയോട് നബിതങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചു. അപ്പോ ആയിഷ ബീവി നബിതങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോ ബഹുമാനപ്പെട്ട ആ സഹാബത്തുൽ കിറാമിൽ പലരും പറഞ്ഞു, നബി കുറഞ്ഞ ഇബാദത്ത് ചെയ്താൽ മാത്രം മതി, കാരണം റസൂലുള്ളാഹിക്ക് മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുത്തിട്ടില്ലേ, നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ എവിടെ കിടക്കുന്നു. എന്നിട്ടൊരു സഹാബി പറഞ്ഞു, ഞാൻ ഇനി രാത്രി മുഴുവനും നിസ്കരിക്കുന്നു, ഞാനിനി ഉറങ്ങുന്നില്ല. വേറൊരു സഹാബി പറഞ്ഞു, ഞാനിനി എല്ലാ കാലവും നോമ്പ് വെക്കുന്നു, ഒരൊറ്റ ദിവസവും നോമ്പ് ഒഴിവാക്കൂല. വേറൊരു സഹാബി പറഞ്ഞു, ഞാനിനി കല്യാണേ കഴിക്കൂല, കാരണം കല്യാണം ഇബാദത്തിന് വിഘാതാകുമല്ലോ. ഇങ്ങനെ 3 ആള് പറഞ്ഞു. ഇത് നബിതങ്ങൾ അറിഞ്ഞപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു, എൻ്റെ സുന്നത്തിൽ ഉറക്കമുണ്ട്, അതെൻ്റെ സുന്നത്താണ്, എൻ്റെ സുന്നത്തിൽ വിവാഹമുണ്ട്, എൻ്റെ സുന്നത്തിൽ നോമ്പ് അനുഷ്ഠിക്കലും ഒഴിവാക്കലും ഉണ്ട്. ഇത് വിട്ട് എൻ്റെ സുന്നത്തിനെ നിരാകരിക്കുന്നവൻ, അഥവാ റസൂലുള്ള ചെയ്തത് ചെയ്യാത്ത ആള്, ഇപ്പൊ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടുണ്ട്, അത് കഴിക്കൂല എന്ന് പറയുന്നവൻ അത് സുന്നത്തിന്റെ എതിരാളിയാണ്. നബി ചെയ്തത് ചെയ്യാത്തവൻ സുന്നത്തിന്റെ എതിരാളിയാണ്, അവൻ എന്നിൽ പെട്ടവനല്ല എന്നാ പറഞ്ഞത്. അത് മൗലവി എന്താക്കിന്നറിയോ? നേരെ തിരിച്ചു, നബി ചെയ്യാത്തത് ചെയ്തവൻ എന്നാക്കി. ചെയ്തത് ചെയ്യാത്തവൻ എന്നാ നബി പറയുന്നത്. മൗലവി അത് നേരെ നബി ചെയ്യാത്തത് ചെയ്തവൻ എന്നിൽ പെട്ടവനല്ല എന്നാ മൗലവി മനസ്സിലാക്കി. കുന്തം നേരെ തല കുത്തനെ. എങ്ങനെയുണ്ട് മൗലവിമാരെ കോലം നോക്ക്. നബി എന്താ പറഞ്ഞത്? എൻ്റെ സുന്നത്ത് ഞാൻ ജീവിതത്തിൽ അനുഷ്ഠിച്ചത് ചെയ്യാത്തവൻ എന്നിൽ പെട്ടവനല്ല എന്നാ. ഞാൻ ജീവിതത്തിൽ ചെയ്യാത്തത് ചെയ്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്നല്ല പറഞ്ഞത്. പുതിയ ബിദ്അത്ത് ഉണ്ടാക്കുന്ന ആള്, അല്ലെങ്കിൽ പുതിയ നല്ല ഹസനത്തായ ഒരു കാര്യം ദീനിൽ കൊണ്ടുവരുന്ന ആള് എന്നിൽപ്പെട്ടവനല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് നബി എന്താ പറഞ്ഞത്? ഞാൻ ചെയ്ത കാര്യം ചെയ്യാത്തവൻ, എൻ്റെ സുന്നത്തിന് വിരുദ്ധ നിലപാടെടുക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. ഇതിൽ ആർക്കാ തർക്കം? അപ്പൊ മൗലവി സാഹിബേ, നമ്മളെ വിഷയം എന്താ അറിയോ? അള്ളാന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ഇല്ലാത്തത് മുഴുവനും ബിദ്അത്തുൽ ദലാലത്താണ് എന്നാണ് നിങ്ങൾ പറയണത്. അത് തെറ്റാണ്. അതാണ് ഇമാം ഇബ്നു ഹജറിനിൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞ്, നബിന്റെ കാലത്ത് ഇല്ലാത്ത നല്ല കാര്യങ്ങളുണ്ട്, അത് സുന്നത്തായ ഹസനത്തായ ബിദ്അത്താണ്, അത് നിരാകരിക്കപ്പെടേണ്ടതല്ല, അംഗീകരിക്കപ്പെടേണ്ടതാണ്. മൗലവിമാരോ വിവരം തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പടുജാഹിലീങ്ങളായ മൗലവിമാരോ നബിന്റെ കാലത്തില്ലാത്ത എല്ലാ കാര്യങ്ങളും തള്ളപ്പെടേണ്ടതാണ് എന്ന ഒരു
ഒരു വിവരക്കേടിന്റെ സിദ്ധാന്തം അതുമായിട്ടാണ് അവർ രംഗത്ത് വരുന്നത്. ഇത് ഇബ്നു ഹജറുൽ അസ്ഖലാനി മനസ്സിലാക്കിയ ദീനല്ല, ഇത് ലോകത്തൊരു ഇമാമും മനസ്സിലാക്കിയ ദീനല്ല, ഇത് മുജാഹിദ് എന്ന ഒരു പ്രത്യേക മതത്തിന്റെ അനുയായികൾ മനസ്സിലാക്കിയിട്ടുള്ളതാ. ഇത് സഹാബത്ത് മനസ്സിലാക്കിയതല്ല. സഹാബത്ത് എന്താ മനസ്സിലാക്കിയത്? റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് ജംഉൽ ഖുർആൻ നടന്നിട്ടില്ല, എന്നാലോ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ജംഉൽ ഖുർആൻ ഉണ്ടാക്കുക എന്നത് നല്ല കാര്യമാണ്, അതുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് അവർ മനസ്സിലാക്കിയത്. നബിന്റെ ജീവിതകാലത്ത് ഇല്ലെങ്കിലും നല്ലതാണെങ്കിൽ ചെയ്യാമെന്ന് സഹാബത്തിന്റെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണത്. അതിൽ നിന്നാണ് ഇമാമിങ്ങൾ ബിദ്അത്തുൻ ഹസന എന്നൊരു തസ്തിക തന്നെ കണ്ടെത്തിയതും പറഞ്ഞിട്ടുള്ളതും. അത് മനസ്സിലാക്കാൻ മൗലവിമാർക്ക് ദീനിൽ വിവരം വേണ്ടേ, ഇസ്ലാമികപരമായ അറിവ് വേണ്ടേ? അതില്ലാതെ ജഹാലത്ത് മാത്രം എഴുന്നള്ളിക്കുകയാണ്. അല്ലാഹു ആലം. ഏതായാലും ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമാണ്. മൗലവി സാഹിബ് പറഞ്ഞതുപോലെയല്ല ആ ഹദീസിലുള്ളത്, മറിച്ച് എൻ്റെ സുന്നത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. അല്ലാതെ ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്നല്ല, മറിച്ച് ഞാൻ ചെയ്തത് ചെയ്യാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. വബില്ലാഹി തൗഫീഖ് വബിഹി നസ്തഈൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഇവിടെ ഈ മുസ്ലിയാർ വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നത് ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ ഒരു ഇബാറത്താണ്. എന്റെ സുഹൃത്തുക്കളെ, ഇവിടെ പ്രമാണത്തിൽ എന്താ പറഞ്ഞത്? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, 4 എണ്ണമാണ്. ഇത് 4-ൽ ഏതെങ്കിലും ആണോ ഇബ്നു ഹജർ? അല്ല. അപ്പോൾ 8-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഈ പണ്ഡിതനെ ഉദ്ധരിക്കുകയൊഴികെ എനിക്ക് അതിനു മുമ്പുള്ള പണ്ഡിതന്മാരെ പലരെയും കൊണ്ടുവരാൻ കഴിയും. പക്ഷെ ഞാനിവിടെ ഉദ്ധരിച്ചത് ഹദീസുകളാണ്. ആ ഹദീസുകൾ ഇവിടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞതായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. അത്തരം ഹദീസുകളെ ഒന്നും മുസ്ലിയാർക്ക് ഇവിടെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. ഇനി പറയട്ടെ, ഇവിടെ ഇബ്നു ഹജർ പറഞ്ഞത് തന്നെ ഞാനിപ്പോൾ അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗം വായിച്ചു നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അതിനു മുമ്പ് പറഞ്ഞ വിഷയം ഇതാണ്. എന്താണിത്? റമദാൻ മാസത്തിലെ ജമാഅത്ത്, തറാവീഹ് ജമാഅത്താക്കിയതിനെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിന് വ്യക്തമായ അടിത്തറയുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും കൃത്യമായി നമസ്കരിച്ച ഒരു കാര്യമാണ് തറാവീഹ് നമസ്കാരം എന്നുള്ളത്, ഖിയാമുൽ ലൈൽ എന്നുള്ളത്. അപ്പോ അത് റസൂല് നമസ്കരിക്കുകയും 3 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിർത്തിവെക്കുകയും ചെയ്തതിന്റെ കാരണം കൃത്യമായി റസൂല് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണത്? ഇത് നിർബന്ധമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അപ്പൊ റസൂലിന് ശേഷം ഇനി നിർബന്ധമായി പോകുമോ എന്ന് ഭയം ആവശ്യമില്ല, അസ്ഥാനത്താണ്. നിങ്ങൾ പറയുന്നത് പോലെ ഇവർ പറയുന്നത് പോലെയൊക്കെ ആണെങ്കിൽ പിന്നീടും ദീനുൽ ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും. ഇനിയും നിർബന്ധമാക്കാനൊക്കെ ഉമർ ബിൻ ഖത്താബിനും അതുപോലുള്ള റളിയല്ലാഹു അൻഹു അതുപോലുള്ള സഹാബിക്കും ഒക്കെ കഴിയുമെന്നുള്ള നിലക്കാണ് ഇവരുടെ സംസാരം സുഹൃത്തുക്കളെ. എന്നാൽ അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് റസൂലിന്റെ കാലഘട്ടത്തിൽ റസൂല് ചെയ്തതാണ്, അപ്പൊ അതിനെ പിന്തുടരുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതിനെയാണ് ബിദ്അത്തുൻ ഹസന എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും തന്നെ ഇബ്നു ഹജർ പറയുന്നുണ്ട്, തഹ്ത മുഹ്സിനിൻ ഫി ശർഇ. എന്താ പറയുന്നത്? ശറഇൽ അത് നല്ലതാണ് എന്ന് അറിയപ്പെടുന്ന സംഗതികൾ. അപ്പൊ ശറഇൽ ഉള്ള സംഗതി തന്നെയാണ് ഈ തറാവീഹ്. അപ്പൊ ശറഇൽ ഉള്ള ഒരു സംഗതിയെ വിപുലപ്പെടുത്തി അത് എല്ലാവർക്കും കഴിയുന്ന രൂപത്തിൽ ജമാഅത്തായി നമസ്കരിക്കുക മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു പുതിയ സംഗതിയല്ല. അങ്ങനെ ഒരു പുതിയ സംഗതി ദീനുൽ ഇസ്ലാമിലേക്ക് കൂട്ടിക്കടത്തിയതല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, ഈ മുസ്ലിയാർ പറയുന്ന വിഡ്ഢിത്തം നിങ്ങളൊന്ന് കേൾക്കുക. ഈ മുസ്ലിയാർ വിചാരിക്കുന്നത് ഇവിടെ ഈ ഗ്രൂപ്പിലുള്ളവർ മുഴുവനും മുസ്ലിയാരുടെ കുഞ്ഞാടുകളെ പോലെ ആടിന്റെ ബുദ്ധി മാത്രമുള്ള ആളുകളാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളെ, ഇവിടെ മുസ്ലിയാർ പറയുന്ന റസൂലിന്റെ സുന്നത്തുകളെ അവർ നിരാകരിച്ചു. അങ്ങനെയാണോ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? റസൂലിന്റെ സുന്നത്തിനെ അവർ കൂടുതൽ സ്വീകരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. റസൂല് രാത്രി നമസ്കരിച്ചിരുന്നു, റസൂല് രാത്രി നമസ്കരിക്കാതിരിക്കുകയും ചെയ്തിരുന്നു, രണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതില് റസൂലിന്റെ സുന്നത്ത് ഏതാ? നമസ്കരിച്ചു എന്നല്ലേ, അല്ലാതെ നമസ്കരിക്കാതിരുന്നു എന്നതാണോ സുന്നത്ത്? അപ്പൊ റസൂലിന്റെ ആ സുന്നത്ത് നമസ്കരിച്ചിരുന്നു എന്ന സുന്നത്തിനെയല്ലേ അവർ സ്വീകരിച്ചത്? നമസ്കരിക്കാതിരിക്കുക എന്ന സുന്നത്തുണ്ടോ? ഇല്ല. അപ്പൊ നമസ്കരിക്കാതിരിക്കുക എന്ന സുന്നത്തില്ലാത്തത് കൊണ്ട് അവരത് സ്വീകരിച്ചില്ല. റസൂല് നമസ്കരിച്ചു, അതിനേക്കാൾ കൂടുതൽ അവരങ്ങ് നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ തീരുമാനിച്ചു.
അപ്പൊ അവിടെ എവിടെയാണ് റസൂലിന്റെ സുന്നത്തിനെ നിരാകരിച്ചത്, സ്വീകരിക്കാതിരുന്നത്? മുസ്ലിയാർ മറുപടി പറയണം. ഇവിടെ റസൂലിന്റെ സുന്നത്തിനെ കൂടുതൽ നന്നായി സ്വീകരിച്ചു. അതല്ലേ അവർ ചെയ്ത തെറ്റ്. എന്നിട്ട് അവരെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവർ നമ്മിൽപ്പെട്ടവനല്ല. നിങ്ങൾ പരിശോധിക്കണം സുഹൃത്തുക്കളെ. അതുപോലെ രണ്ടാമത്തെ ആൾ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും നോമ്പ് നോൽക്കും. റസൂല് നോമ്പ് നോറ്റിട്ടില്ലേ? റമദാനിലും അല്ലാത്ത സമയങ്ങളിലും പല സമയങ്ങളിലായിട്ട് നോമ്പ് നോറ്റിട്ടുണ്ട്, സുന്നത്തായ നോമ്പുകൾ. അതൊക്കെ റസൂൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാ ദിവസവും ചെയ്തില്ല, കുറേ ദിവസങ്ങൾ ഒഴിവായി. അപ്പോൾ റസൂല് നോമ്പ് നോൽക്കാതിരുന്നതാണോ അവിടുത്തെ സുന്നത്ത്, അതല്ല നോറ്റതാണോ സുന്നത്ത്? റസൂല് നോറ്റതല്ലേ സുന്നത്ത്. അപ്പൊ ആ സുന്നത്തിനെയാണ് അവർ സ്വീകരിച്ചത്, അത് മുഴുവനാക്കി മാറ്റി. നോൽക്കാതിരിക്കുക എന്നൊരു സുന്നത്തുണ്ടോ? അങ്ങനെ ഒരു സുന്നത്തുണ്ടോ സുഹൃത്തുക്കളെ? നോമ്പ് നോൽക്കാതിരിക്കുക എന്നൊരു സുന്നത്തുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സംഗതിയെ അവർ നിരാകരിച്ചു. നോൽക്കാതിരിക്കുക എന്നതിനെ അവർ നിരാകരിച്ചു. അതല്ലേ, അത് സുന്നത്തല്ല, അങ്ങനെ ഒരു സുന്നത്തില്ല. അതുപോലെ തന്നെയാണ് മറ്റു വിഷയങ്ങളും. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ഈ മുസ്ലിയാർ നിങ്ങളെ മുഴുവൻ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റസൂലിന്റെ സുന്നത്തിനെയാണ് അവർ സ്വീകരിച്ചത്, അതിനെ വ്യാപകാർത്ഥത്തിൽ സ്വീകരിച്ചു, കുറച്ച് കൂട്ടി സ്വീകരിച്ചു, നല്ലത് കൂടുതൽ ചെയ്തു. അപ്പൊ റസൂല് പറഞ്ഞു, ഫലൈസ മിന്നാ, അവർ നമ്മിൽപ്പെട്ടില്ല, നമ്മിൽപ്പെടുന്നവരല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ബിദ്അത്താണത്. അവർ കൊണ്ടുവന്നത് ബിദ്അത്താണ്. അങ്ങനെ മുഴുവൻ കാലവും നോമ്പ് നോൽക്കാൻ അള്ളാഹുവിന്റെ റസൂല് കൽപ്പിക്കാത്തത് കൊണ്ട്, റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും അത് ബിദ്അത്താണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫലൈസ മിന്നാ, അവർ നമ്മിൽപ്പെട്ടവരല്ല. അവർ നമ്മിൽപ്പെട്ടവരല്ല, അല്ലാതെ അവർ സുന്നത്തിനെ നിരാകരിച്ചില്ല. സുന്നത്ത് കൂടുതലായി അവർ എന്ത് ചെയ്തു? അവരുടെ സൗകര്യം പോലെ കുറച്ച് കൂടുതൽ അവർ സ്വന്തമാക്കിയെടുത്തു. അങ്ങനെ ദീനുൽ ഇസ്ലാമിലേക്ക് ബിദ്അത്ത് കൊണ്ടുവന്നു. അങ്ങനെ അക്കാരണം കൊണ്ട് അവർ ഫലൈസ മിന്നാ എന്ന് റസൂൽ പറഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നമ്മളെ മൗലവി സാഹിബിന് മൂന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി പോയപ്പോ മൗലവി സാഹിബ് പറയാൻ, എന്ത്? ഇബ്നു ഹജറുൽ അസ്ഖലാനി അയാളെ സ്വീകരിക്കാൻ പറ്റൂല, നമുക്ക് ഹദീസും ഖുർആനും അല്ലേ പ്രമാണം. ഇബ്നു ഹജറിനെ ആര് സ്വീകരിക്കാൻ പറ്റും? ഇബ്നു ഹജറിനെ ഒന്നും സ്വീകരിക്കാൻ പറ്റൂല, അതൊന്നും പ്രമാണല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ആര്? ജബലുൽ ഹദീസ്, പർവ്വത സമാനമായ ഹദീസ് പണ്ഡിതൻ എന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന സഹീഹുൽ ബുഖാരിക്ക് വിശ്വവിഖ്യാതമായ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിനെ ലോകത്തിന് സമർപ്പിച്ച ബഹുമാനപ്പെട്ട ഹാഫിളുദ് ദുനിയ ഇബ്നു ഹജറിനുൽ അസ്ഖലാനി ഹദീസിന്റെ വിഷയത്തിൽ സ്വീകാര്യനാണത്രേ മുജാഹിദിന്. കാരണം എന്താ? ഓല് മനസ്സിലാക്കിയ സുന്നത്തും ബിദ്അത്തും ഇമാം ഇബ്നു ഹജർ തങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ഖുർആനെന്നും ഹദീസെന്നും. നിങ്ങൾ കണ്ടോ? എന്നിട്ട് മൂപ്പര് വായിച്ച് തഹ്ത മുഹ്സിനിൻ ഫി ശർഇ എന്നാണ്. നിങ്ങൾക്ക് ലജ്ജയുണ്ടോ മൗലവി? തഹ്ത മുഹ്സിനിൻ ഫി ശർഇ എന്നാണോ അവിടെ ഉള്ളത്? അല്ല, നിങ്ങൾക്കത് വായിക്കാൻ പോലും അറിയില്ലായിരുന്നു. ഇബ്നു ഹജർ എന്താ പറഞ്ഞത് എന്ന് വായിക്കാൻ പോലും അറിയാത്ത നിങ്ങള്, മുഹ്സിൻ എന്താണ് മുസ്തഹ്സിൻ എന്താണ് എന്ന് തിരിയാത്ത നിങ്ങളാണോ ഖുർആനും ഹദീസും അപഗ്രഥിച്ച് ഇമാം ഇബ്നു ഹജറിനുൽ അസ്ഖലാനിയെ തോട്ടിലേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുന്നത്? ഖുർആനും ഹദീസും കൃത്യമായി മനസ്സിലാക്കിയ ലോകത്തെ മഹാന്മാരായ ഇമാമീങ്ങളും ഹാഫിളീങ്ങളും അതുപോലെ തന്നെ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ലോകത്ത് ഖുർആൻ ഹദീസും അറിയുന്ന എല്ലാ ഇമാമിങ്ങളും പറയുന്നു, നല്ല ബിദ്അത്തുണ്ട്, ചീത്ത ബിദ്അത്തുണ്ട്. നല്ല ബിദ്അത്ത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, ചീത്ത ബിദ്അത്തെ നിരുത്സാഹപ്പെടുത്തേണ്ടതും വിമർശിക്കപ്പെടേണ്ടതും ആണ്. ഇത് രണ്ടുമല്ലാത്ത ഒരു ബിദ്അത്തുണ്ട്, അത് ഹലാലായ ബിദ്അത്താണ്. ഇത് ഇമാമിങ്ങൾ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം എന്താ? ഇമാമിങ്ങളും മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും ഒരാൾ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ വിദണ്ഡ ആശയത്തിന് അനുയോജ്യമായോ അനുകൂലമായോ പറയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, അംഗീകാരം നൽകുന്നില്ല. പിന്നെ ആരാ? അറബി വായിക്കാൻ പോലും അറിയാത്ത
അൻവർ മൗലവിയെ പോലുള്ള ജാഹിലീങ്ങളായ മൗലവിമാര് അവര് പറയുന്നതാണോ പ്രമാണം? ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. ഇവിടെ മൗലവി സാഹിബ് ഹദീസ് കൊണ്ടുവന്ന് കുടുങ്ങി. മൗലവി വിചാരിച്ച് ആരോ ഏതോ മൗലവിമാരെ എഴുതി കൊടുത്തപ്പോ ഇതെന്തോ വലിയ സംഭവമാണ്, ഇതിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ സുന്നികളാകെ ഉത്തരം മുട്ടും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മൗലവിമാരെ സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിക്ക്. മൂന്നാളുകൾ റസൂലുള്ളാന്റെ അടുക്കലേക്ക് വരികയാണ്. നബി തങ്ങളോട് പറഞ്ഞു, നബി തങ്ങളുടെ ഭാര്യമാരോട് നബി തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ നബി തങ്ങളുടെ ഇബാദത്തിന്റെ ശൈലിയും രൂപവും ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പോലുള്ള ഭാര്യമാര് വിശദീകരിച്ചു. ആ വിശദീകരണത്തിൽ നിന്ന് അവർക്ക് എന്ത് മനസ്സിലായി? നബി തങ്ങൾ കുറച്ച് മാത്രമേ ഇബാദത്ത് ചെയ്യലുള്ളൂ എന്നാണ് അവർ ചിന്തിച്ചത്. അപ്പോഴാണ് ഒരു സഹാബി പറഞ്ഞത്, എന്ത്? നബി എന്താണ് എല്ലാ ദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തനാണല്ലോ മുത്ത റസൂലുള്ള. അതുകൊണ്ട് നമ്മളും നബിയും എവിടെ കിടക്കുന്നു? അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇബാദത്ത് ചെയ്യണം. ആ ഒരു തരത്തിലാണ് ഒരാൾ പറഞ്ഞത്, ഞാൻ രാത്രി മുഴുവനും നിസ്കരിക്കും, ഞാൻ ഉറങ്ങൂല. മറ്റേ സഹാബി പറഞ്ഞു, ഞാൻ പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കും, ഞാൻ ഇനി ഭക്ഷണം കഴിക്കുകയില്ല. മറ്റൊരു സഹാബി പറഞ്ഞു, ഞാൻ ഇനി ഭാര്യയുമായി ഒരു തരത്തിലും ബന്ധപ്പെടൂല, ഞാൻ വിവാഹം കഴിക്കുകയില്ല. അപ്പോഴാ നബി തങ്ങൾ പറഞ്ഞ, അങ്ങനെ ചെയ്യരുത്, ഞാൻ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്, ഞാൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ വഴിപ്പെടുന്നവനും ആണ്. ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, നിങ്ങളും വിവാഹം ചെയ്യണം. ഞാൻ ഉറങ്ങിയിട്ടുണ്ട്, നിങ്ങളും ഉറങ്ങണം. ഞാൻ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ നിങ്ങളും ഒഴിവാക്കണം. അല്ലേ? ഇതാണ് മുത്ത് റസൂലുള്ള പറഞ്ഞത്, എൻ്റെ സുന്നത്തിൽ എന്താണോ സ്ഥിരപ്പെട്ടത് അത് നിങ്ങൾ ചെയ്യണം. അത് ചെയ്യാതിരിക്കുക എന്നത് എൻ്റെ സുന്നത്തിന് വിരുദ്ധ ചേരിയിലുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ പെട്ടുപോകരുത്. ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യണം. അത് ചെയ്യൂല എന്ന് പറഞ്ഞാൽ എൻ്റെ സുന്നത്തിനോടുള്ള വിരുദ്ധതയാണ്. അത് നിങ്ങൾ ഒഴിവാക്കി വെക്കണം. എൻ്റെ സുന്നത്തിനെ വിട്ടൊരാള് പോയാൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നബി ചെയ്യാത്ത കാര്യം ചെയ്യരുത് എന്ന് നബി പറഞ്ഞ ഹദീസിൽ ഇല്ല. എന്നാൽ നബി ചെയ്ത കാര്യം നിങ്ങൾ ചെയ്യണം എന്നേ ആ ഹദീസിന്റെ താല്പര്യമുള്ളൂ. അല്ലാതെ നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത, നബി ചെയ്തിട്ടില്ലാത്ത ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ആ ഹദീസിന്റെ താല്പര്യമല്ല. എന്നാ നിങ്ങൾ കൊണ്ടുപോവാ. അങ്ങനെ ഏതെങ്കിലും ഒരു ഇമാമ് നബി ചെയ്തിട്ടില്ലാത്ത ഒരൊറ്റ കാര്യവും ചെയ്യരുത് എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യമെന്ന് ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മുഹദ്ദിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും അംഗീകരിക്കപ്പെടാവുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊണ്ടുവരാം. അതില്ലാത്ത കാലത്തോളം അത് നിങ്ങളുടെ വിദണ്ഡവാദവും നിങ്ങളുടെ അബദ്ധ ജഡിലവുമായ കണ്ടെത്തലും മാത്രമാണത്. അത് നിങ്ങളുടെ അല്പത്തരത്തിന്റെ ഉദാഹരണം മാത്രമാണ്. വബില്ലാഹി തൗഫീഖ് വബിഹി നസ്തഈൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അപ്പൊ സുഹൃത്തുക്കളെ, മുസ്ലിയാർ ഇവിടെ പരാജയം മറച്ചു വെക്കാനായിട്ട് ചില തരികിടകൾ നടത്തുകയാണ്. മുസ്ലിയാർ ഇവിടെ ചോദ്യത്തിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടിയില്ല. എന്താണ് സുന്നത്ത് എന്ന എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടിയില്ല. രണ്ടാമത് ഇവിടെ ഹദീസ് ഇട്ടുകൊണ്ട് ചോദിച്ച ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഒരു മറുപടി മുസ്ലിയാർക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ പരാജയം മറച്ചു വെക്കാനായിട്ട് ഞാനിവിടെ വായിച്ചപ്പോൾ മുസ്തഹ്സിനിൻ എന്നിടത്ത് മുഹ്സിനിൻ എന്ന് വായിച്ചു. അത് വലിയ സംഭവമായിട്ട് വായിക്കാൻ തിരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരികയാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഞാനിവിടെ നോക്കി വായിച്ചതല്ല, അത് ഞാൻ മനഃപ്പാടമായി അങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ മുസ്തഹ്സിനിൻ എന്നത് മുഹ്സിനിൻ എന്നായിപ്പോയി. എന്നാൽ ഞാൻ അർത്ഥത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. മുസ്ലിയാർ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് അവിടെ കൊടുത്തത്. ശറഇൽ നല്ലതാണ് എന്ന് പരിഗണിക്കപ്പെടുന്ന ആ കാര്യം എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പൊ ശറഇൽ നല്ലതാണെന്ന് പരിഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥ നബിദിനത്തിനുണ്ടോ? ഏതെങ്കിലും ഒരാളുടെ നബിദിനം ഇവിടെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് ആഘോഷിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നബിയുടെ നബിദിനം? ഇല്ല. അങ്ങനെ ആഘോഷിച്ചിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം നമുക്ക് ആഘോഷിക്കാമായിരുന്നു. അതുണ്ടായിട്ടില്ല. അപ്പൊ ശറഇൽ
അത് അംഗീകരിക്കപ്പെടുകയും അത് നല്ലതാണെന്ന് കരുതപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് ഇവിടെ ഇമാം അസ്കലാനി പറഞ്ഞത് ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞത്. അഥവാ അത് സുന്നത്ത് തന്നെയാണത്. ശറയിൽ നല്ലതാണെന്ന് അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ, പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സുന്നത്തല്ലേ സുഹൃത്തുക്കളെ? സുന്നത്താണത്. ആ സുന്നത്തിനെയാണ് ഇവിടെ അസ്കലാനി ബിദ്അത്തുൻ ഹസന എന്ന് മറ്റൊരു പേരിൽ അവിടെ കൊടുത്തത്. എന്തുകൊണ്ടെന്നാൽ റസൂൽ അത് നേർക്കുനേരെ ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണം തറാവീഹിന്റെ കാര്യമാണ് അവിടെ കൊണ്ടുവന്നത്. തറാവീഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവൻ അങ്ങനെ ജമാഅത്തായി നമസ്കരിച്ചില്ല. അതേസമയം 1 തവണ 3 തവണ ചെയ്തു. 3 തവണ ചെയ്ത കാര്യമാണത്. അപ്പൊ റസൂൽ 1 തവണ ചെയ്താൽ തന്നെ അത് സുന്നത്തായിട്ടാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. സുന്നത്തിന്റെ നിർവചനത്തിൽ എന്താണ് സുന്നത്ത് എന്ന് മുസ്ലിയാർ ഇവിടെ വ്യക്തമാക്കിയില്ല. ചോദ്യത്തിന് മറുപടിയില്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ മുസ്ലിയാരെ തട്ടിപ്പ് ഇവിടെ വെളിവാകുമായിരുന്നു. റസൂലുള്ള ചെയ്ത കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുക, ചെയ്യാത്ത കാര്യങ്ങൾക്കല്ല. മുസ്ലിയാർ ഇവിടെ പറയുന്നത് ചെയ്യാത്ത കാര്യങ്ങളും അത് റസൂലിന്റെ സുന്നത്താണത്രേ. അങ്ങനെയാണെങ്കിൽ നബിദിനം ചെയ്യാതിരിക്കുക, നബിദിനം ആഘോഷിക്കാതിരിക്കുക എന്നത് സുന്നത്താണെന്നല്ലേ മുസ്ലിയാർ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ? എന്തൊരു പൊട്ടത്തരമാണ്! പൊട്ടത്തരം പറയുമ്പോൾ അത് തിരിച്ചു ബൂമറാങ് പോലെ തന്റെ നെഞ്ചത്തേക്ക് വരുമെന്നുള്ള ബോധം പോലും മുസ്ലിയാർക്കില്ല. അപ്പോൾ നബിദിനം ആഘോഷിക്കാതിരിക്കുക എന്നത് സുന്നത്താണ് എന്നാണ് മുസ്ലിയാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ സുഹൃത്തുക്കളെ, ഇവിടെ സമയപരിമിതി എന്നത് വലിയ വിഷയമാണ്. ഇവിടെ ചോദ്യത്തിനും ഉത്തരത്തിനും ഒരേ സമയം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ട് മുസ്ലിയാർ അത് സമ്മതിച്ചില്ല. ഏതായാലും പോട്ടെ. ഇപ്പൊ ഇവിടെ വിഷയം സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങളും റസൂലുള്ള അനുവദിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ റസൂലുള്ള കൽപ്പിച്ച കാര്യങ്ങളും മൗനാനുവാദം നൽകിയ കാര്യങ്ങളും ഇതാണ് സുന്നത്ത് എന്ന് പറയുക. അല്ലാതെ റസൂലുള്ള ചെയ്യാത്ത കാര്യങ്ങൾ സുന്നത്ത് എന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. മുസ്ലിയാരുടെ വാദപ്രകാരം ചെയ്യാത്ത കാര്യങ്ങൾ സുന്നത്ത് എന്നാണ് വരിക. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ വരുമ്പോൾ നബിദിനം അത് ചെയ്യാതിരുന്നു എന്നത് തന്നെ റസൂൽ സുന്നത്താണ്. അപ്പൊ നബിദിനം ആഘോഷിക്കാതിരിക്കുക എന്നത് സുന്നത്താണ് എന്ന് വരും. അത് അപ്പൊ മുസ്ലിയാർ പറഞ്ഞ വാദം മുസ്ലിയാർക്ക് തന്നെ എതിരായി വരികയാണ് ഇവിടെ. പിന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഹദീസ് പ്രകാരം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലൈസ മിന്നാ, അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? വളരെ ക്ലിയർ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കുറച്ചു മാത്രമാണ് നമസ്കരിച്ചത്. അതേസമയം ഇവർ പറയുന്നു ഞങ്ങൾ രാത്രി മുഴുവൻ നമസ്കരിക്കുന്നു. അപ്പൊ റസൂലുള്ള ചെയ്യാത്തൊരു കാര്യം ഇവർ ദീനുൽ ഇസ്ലാമിലേക്ക് കൂട്ടിക്കടത്തി എന്നതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇവിടെ ഫലൈസ മിന്ന, അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞത്. അപ്പൊ നല്ല കാര്യമാണ് അവർ ചെയ്തത്, പക്ഷെ അത് ദീനുൽ ഇസ്ലാമിലേക്ക് കൂട്ടിക്കടത്തലാണ്. അതുപോലെ തന്നെ വർഷം മുഴുവനും നോമ്പെടുക്കും. റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല. റമദാനിലും അതുപോലെ ചില സുന്നത്ത് നോമ്പുകളുമാണ് റസൂലുള്ള എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ റസൂലുള്ള നോമ്പ് എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഇവർ പറയുന്ന പ്രകാരം വർഷം മുഴുവനും നോമ്പെടുക്കും. അപ്പോൾ അത് റസൂലുള്ള ചെയ്യാത്ത ഒരു പുതിയ ബിദ്അത്താണ്. അതുകൊണ്ടാണ് അവിടെ വളരെ ക്ലിയർ ആയിട്ടും റസൂലുള്ള പറഞ്ഞത് ഫലൈസ മിന്ന എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ മുസ്ലിയാരോട് എനിക്കിപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഇവിടെ ദീനുൽ ഇസ്ലാമിലേക്ക് ദീൻ എന്ന രൂപത്തിൽ, ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതിയ നല്ല കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും കൂട്ടിക്കടത്തി കൊണ്ടുവരാനുള്ള അവകാശവും അധികാരവും ഉണ്ടോ? അതാണ് എൻ്റെ 4ാമത്തെ ചോദ്യം. മറ്റു ചോദ്യങ്ങൾക്കൊന്നും മുസ്ലിയാർ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ അതെല്ലാം നമുക്ക് പിന്നീട് ഇൻഷാ അല്ലാഹ് മുസ്ലിയാരെ വിളിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം. പക്ഷേ എൻ്റെ കുറേ ചോദ്യങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് അതെല്ലാം തീർക്കണമെന്നുള്ളത് കൊണ്ട്, മുസ്ലിയാരോട് ചോദിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ മറ്റൊരു ചോദ്യത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മൗലവി സാഹിബ് ആകെ അബദ്ധത്തിലായി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൻ അസ്ഖലാനി തങ്ങളുടെ ഉദ്ധരണി മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല, വായിക്കാനും അറിയില്ല, അത് അർത്ഥം പറയാനും അറിയില്ല. എന്താണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്നും മൂപ്പർക്ക് മനസ്സിലായില്ല. മൂപ്പര് പറയാ, ഞാൻ കാണാതെ വായിച്ചപ്പോൾ മുസ്തഹസിനിൻ എന്നുള്ളത് മുഹ്സിനിൻ എന്നായിപ്പോയതാണ്. കാണാതെ വായിക്കുമ്പോ മുസ്തഹസിനിൻ, ഇസ്തഹസനയിൽ നിന്നുള്ള മുസ്തഹസിൻ എങ്ങനെയാ സഹോദര അഹ്സന യുഹ്സിനൂൻ നിന്നുള്ള മുഹ്സിനായി മാറുക? അത് വല്ലാത്ത മാറലാണല്ലോ. മുസ്തഹസിന് എന്ന് പറയല് മുഹസിന് എന്ന് പറയുന്നതിന് സമാനമായി നിങ്ങൾ എങ്ങനെയാ ഉപയോഗിക്കുന്നത്? അത് ശരിയാവില്ലല്ലോ. അതെന്തായാലും ശരിയാവൂല. സ്വാഭാവികം ഇബാറത്ത് വായിക്കുമ്പോൾ എന്ത് വരാറുണ്ട്? തതുല്യമായ പ്രയോഗങ്ങൾ. ഇബാറത്തിൽ പറഞ്ഞത് എന്താണോ അതിന് തതുല്യമായ അറബി പ്രയോഗങ്ങൾ നടത്താറുണ്ട്. അത് ഓർമ്മയിൽ നിന്ന് പറയുമ്പോൾ സംഭവിക്കാറുള്ളതാ.
പക്ഷെ നിങ്ങൾ തുല്യല്ല ഉപയോഗിച്ചത്, നിങ്ങൾ വായിച്ചതേ മണ്ടത്തരാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുമ കിടന്നുകാണ്ട് ബെരകിയിട്ട് കാര്യമില്ല. കാരണം അബദ്ധം പറ്റിയതാ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കൃത്യമായി പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതെല്ലാം ബിദ്അത്ത് എന്ന് പേര് പറയപ്പെടാവുന്നതാണ്. എങ്കിലും അക്കൂട്ടത്തിൽ നല്ലതും ആകാത്തതും ഉണ്ട്, അഥവാ ചീത്തയും ഉണ്ട്. നല്ലതാണ് എന്നെങ്ങനെയാ മനസ്സിലാക്കുക? അത് ദീന് പുണ്യകരമായി കാണുന്ന സംഗതിയാണെങ്കിൽ അത് ഹസനത്തായ ബിദ്അത്താണ്. ദീന് പുണ്യകരമായ കാണുന്നതല്ല എങ്കിൽ അത് സയ്യിഅത്തായ ബിദ്അത്താണ്. ഇത് രണ്ടുമല്ലാത്തത്, അഥവാ പുണ്യകരമായിട്ടും ദീന് കാണുന്നില്ല, എന്നാൽ ചീത്തയായിട്ടും ദീന് കാണുന്നില്ല എങ്കിൽ അത് ഹലാലായ ബിദ്അത്താണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആദ്യം ഓട്ടടക്കാൻ വേണ്ടി ശ്രമിച്ചു. എങ്ങനെ ശ്രമിച്ചു? അത് ഇബ്നു ഹജർ പറഞ്ഞത് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് പോലെയാണ്. മൊബൈൽ ഉപയോഗിക്കൽ ഇപ്പോ സുന്നത്തായ ബിദ്അത്താണല്ലോ, ഹസനത്തായ ബിദ്അത്താണല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞു, ബോസേ അങ്ങനല്ല. കാരണം അത് മുബാഹായ ബിദ്അത്ത് എന്ന് ഇബ്നു ഹജർ തന്നെ പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് ആ ഉദ്ധരണി മനസ്സിലായിട്ടില്ല. അതിൽ ഇബ്നു ഹജർ തങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്നും തിരിഞ്ഞിട്ടില്ല. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാചകം വായിക്കാനും നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ അവിടെ കിടന്ന് ഉരുണ്ടത് കൊണ്ട് കാര്യമില്ല. പിന്നെ മൂപ്പരെ ചോദ്യം, ഏതെങ്കിലും ഒരു നബിയുടെ ജന്മദിനം മുത്തറസൂല് ആഘോഷിച്ചിട്ടുണ്ടോന്നാ. നമ്മളെ വിഷയം നബിദിനല്ല, സുന്നത്തെ ബിദ്അത്താണ്. സുന്നത്തെ ബിദ്അത്ത് എന്ന അടിസ്ഥാന വിഷയാണ്. റസൂലുള്ള ആഘോഷിച്ചിട്ടുണ്ട്, ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ കൽപ്പന തന്നെയും ഉണ്ട് നബിദിനത്തിന്. വിഷയം ഇൻഷാ അല്ലാഹ് നബിദിനം എന്ന ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നമുക്ക് ചർച്ചയാവാലോ. ഇപ്പൊ വിഷയം നബിദിനല്ല, നിങ്ങൾ വിഷയം മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. സുന്നത്തിലും ബിദ്അത്തിലും പിടിച്ചിട്ടാകണില്ല. കാരണം മുജാഹിദുകൾക്ക് സംഭവിച്ചത് തന്നെ സുന്നത്തും ബിദ്അത്തും മനസ്സിലാക്കുന്നതിലുള്ള അപാകതയാണ്, അബദ്ധാണ്. അതുകൊണ്ട് മൂപ്പര് തൽക്കാലം വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിപ്പോ ഏതായാലും നടക്കൂല സഹോദര. വേണമെങ്കിൽ ഈ ചർച്ച കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു സംവാദം, വേറെ ഒരു വ്യവസ്ഥയിൽ നിങ്ങൾ എഴുതിക്കോളൂ, നബിദിനം പുത്തനാചാരമോ അല്ലേ എന്ന വിഷയത്തിൽ സംവദിക്കാൻ ഞാൻ ഒരുക്കാണല്ലോ. നിങ്ങൾ അതിന് തയ്യാറുണ്ടെങ്കിൽ വന്നോളൂ. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു സംവാദമായി തന്നെ നമുക്ക് നടത്താവുന്നതാണ്. പിന്നെ സുന്നത്തായ കാര്യത്തിന് എന്തിനാ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞത്? നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതിനാണ് ബിദ്അത്ത് എന്ന് പറയാൻ. മൗലവി സാഹിബ് എങ്ങക്ക് എന്താ തീരെ അന്തം പോയാ? നബിന്റെ കാലത്ത് ഇല്ലാത്ത സംഗതിയാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നബിന്റെ കാലത്ത് ഇല്ലെങ്കിലും ശരി, അത് നല്ലതാണെങ്കിൽ, ദീന് പ്രോത്സാഹിപ്പിക്കുന്നതാണ് എങ്കിൽ, ദീനിൽ വിരോധം വരാത്തതും ആണെങ്കിൽ അത് ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. നിങ്ങൾ പറയണ എന്താ? ബിദ്അത്ത് എല്ലാം പിഴച്ചതാണ്, അതെല്ലാം നരകത്തിലാണ് എന്നാണ് നിങ്ങളെ വാദം. ഇബ്നു ഹജർ തങ്ങൾക്കുള്ള വാദം അതല്ല. ബിദ്അത്ത് 3 തരത്തിലുണ്ട്. ആ ബിദ്അത്ത് 3 തരത്തിലുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അതിന്റെ ഹുക്മ് 5 ആകുന്നു എന്നും ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഏതായാലും ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നന്നായി ഏറ്റിട്ടുണ്ട്. കാരണം പിന്നെന്തിനെ ഇബ്നു ഹജറിനെ നിങ്ങൾ തള്ളിയത്? ഇബ്നു ഹജർ നിങ്ങൾ തള്ളിക്കളഞ്ഞല്ലോ. ഇബ്നു ഹജർ രേഖയാണോ നിങ്ങൾ ചോദിച്ചല്ലോ. എന്തേ? അപ്പൊ നിങ്ങളെ നാട്ടുകാരിട്ട് പൂട്ടിന്ന് തോന്നുന്നു. നാട്ടുകാർ നന്നായിട്ട് കൈകാര്യം ചെയ്തു എന്നാ മനസ്സിലാകുന്നത്. കാരണം എന്താ? ഇബ്നു ഹജറിനെ തള്ളിയിട്ട് നമുക്ക് ഖുർആനും ഹദീസും അല്ലേ പ്രമാണം, ഇബ്നു ഹജറിന്റെ വാക്ക് പ്രമാണമാണോ എന്ന് ചോദിച്ചെങ്കിൽ പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ വാക്കുമലേക്ക് വന്നതിന്റെ കാരണം എന്താ? നന്നായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. അതന്നെയാ ഞാൻ പറഞ്ഞത്. ഇബ്നു ഹജറിനിൽ അസ്ഖലാനിയെ തള്ളിക്കൊണ്ട് ഒരു ദീനുൽ ഇസ്ലാം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനാകൂല. നിങ്ങൾക്ക് തള്ളേണ്ടി വരും. പക്ഷേ ജനങ്ങളെ മുമ്പ് പറയുമ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്തോളും ആ വിഷയം. അതുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ എന്താ പറഞ്ഞത് കൃത്യാണ്. ബിദ്അത്ത് 3 തരത്തിലാണ്. ആ 3 തരം: 1 ബിദ്അത്ത് മോശമായത്, ബിദ്അത്ത് നല്ലത്, ബിദ്അത്ത് ഹലാലായത്. ഇത് 2 ബിദ്അത്തും അംഗീകരിക്കപ്പെടാവുന്നതും 1 വിമർശിക്കപ്പെടേണ്ടതും ആണ്.
ഇനിയിപ്പോ മൂപ്പര ചോദ്യത്തിന്റെ വലിയൊരു ചോദ്യം, ഏത് കാലത്തും നല്ല പുതിയ ബിദ്അത്തുകൾ ദീനിൽ ആർക്കും കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവന്നാൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ്. ദീന് മുസ്തഹ്സനായി കണ്ടതാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെല്ലാവരും നിസ്കരിക്കുന്നു. നിങ്ങൾ 3 സ്വലാത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ സ്വലാത്ത് അവിടെ വെക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു പള്ളിയിൽ എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമ് പറയാ, എല്ലാവരും ഓരോ നിസ്കാരത്തിന് ശേഷവും ഓരോ പേജ് ഖുർആൻ ഓതിയിട്ടേ പോകാവൂ. നല്ല കാര്യല്ലേ ഖുർആനോത്ത്? അതുകൊണ്ട് ഓരോ നിസ്കാരത്തിന് ശേഷവും ഖുർആൻ ഒരു പേജ് എല്ലാവരും ഓതണം, വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമാമ് ആ നാട്ടിൽ അങ്ങനെ ഒന്ന് നടപ്പിൽ വരുത്തി. പുറത്തുനിന്ന് ഒരാള് ഒരു ദിവസം ആ പള്ളിയിലേക്ക് വരുന്നു. അപ്പൊ കാണുന്നു നിസ്കാരത്തിന് സലാം വീട്ടി ദുആ കഴിഞ്ഞ് എല്ലാവരും ഉടനെ തന്നെ മുസാഹപ്പെടുത്തി ഒരു പേജ് ഖുർആൻ ഓതുന്നു. അപ്പൊ നോക്കുമ്പോ ഇതുവരെ ഒരു പള്ളിയിലും ഇല്ല, ഈ പള്ളിയിൽ മാത്രം പുതിയൊരു ബിദ്അത്ത് കൊണ്ടുവന്നു. ആ ബിദ്അത്ത് വിമർശിക്കപ്പെടേണ്ടതല്ല, അത് ഖുർആൻ ഓതുക എന്നുള്ള നല്ല പരിപാടിയാണ്. ഇമാമ് ഒരു നാട്ടിൽ അത് നടപ്പിൽ വരുത്തി ജനങ്ങളതൊക്കെ അംഗീകരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഖൈറാണ്, പുണ്യമുള്ളതാണ്. അങ്ങനെയുള്ള ബിദ്അത്തുകൾ എങ്ങനെ വന്നാലും ദീന് അംഗീകരിക്കപ്പെടാവുന്ന, ദീന് മുസ്തഹ്സനായി കാണുന്ന ഏത് സംഗതിയും ഏത് കാലത്ത് ഖിയാമത്ത് നാളിന്റെ തൊട്ട് തലേന്ന് വന്നാലും അത് അംഗീകരിക്കപ്പെടുന്നതും ദീനിൽ കൂലി കിട്ടുന്നതുമായ സുന്നത്തായ അഥവാ ഹസനത്തായ ബിദ്അത്താണ്. അത് വിമർശിക്കപ്പെടേണ്ടതല്ല. ഇതാണ് ഇമാമിങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാട്. നിങ്ങളെ ചോദ്യത്തിന് മറുപടി ആയിട്ടുണ്ടാവുമല്ലോ, അതിന് ആ ഉദാഹരണ സഹിതം തന്നെ ഞാൻ ആ വിഷയം വിശദീകരിച്ചത്. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മുടെ മുസ്ലിയാർ ഇബ്നു ഹജറിൽ കിടന്ന് കറങ്ങുകയാണ്. ഇട്ട 4 ക്ലിപ്പുകളും ഇബ്നു ഹജർ. അത് മാത്രമേ ഉള്ളൂ മുസ്ലിയാർക്ക് പറയാൻ. ഞാനിവിടെ മുകളിൽ ഉദ്ധരിച്ച ഹദീസുകളെ സംബന്ധിച്ച് മുസ്ലിയാർക്ക്, ഒരു ഹദീസിനെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും ഉണ്ടാകും മുസ്ലിയാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകുവാനുള്ള സകല കാര്യങ്ങളും റസൂല് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റസൂല് പറഞ്ഞത്. നരകത്തിൽ പോകുന്ന ഏതൊരു കാര്യവും ഞാൻ നിങ്ങൾക്ക് നിരോധിച്ച് തരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് റസൂല് പറഞ്ഞത്. അപ്പൊ ദീൻ അന്നേ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്നിട്ടും അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ത്വരയാണ് മുസ്ലിയാർക്ക് ഇപ്പോൾ. അതിലേക്ക് പലതും കൂട്ടിച്ചേർക്കാൻ സാധിക്കും എന്നാണ് മുസ്ലിയാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിയാർ ഇപ്പൊ പറഞ്ഞ മറുപടി തന്നെ നോക്കുക. ബിദ്അത്തുൻ ഹസന വേണമെങ്കിൽ ഇനിയും കൂട്ടിച്ചേർക്കാം, ഒരു ഇമാമിന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം എന്നാണ് മുസ്ലിയാർ ഇവിടെ പറയുന്നത്. തനി ഇമാമിയത്ത് വാദമാണത്, ഷിയാക്കളുടെ ഇമാമിയത്ത് വാദം. വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, അതുപോലെ ഇജ്മാ, ഖിയാസ്, ഈ 4 എണ്ണമാണ് അഹ്ലുസുന്നയ്ക്ക് പ്രമാണമായിട്ടുള്ളത്. ബാക്കിയുള്ളവർ അഹ്ലുസുന്നയുടെ ഔട്ടാണ്. അപ്പൊ ഈ സമസ്തക്കാർ അഹ്ലുസുന്നയ്ക്ക് അപ്പുറമുള്ള ഷിയാക്കളുടെ വേദത്തിലാണ്, അവരുടെ സിദ്ധാന്തത്തിലാണ് വിശ്വസിക്കുന്നത്, തനി ഇമാമിയത്ത് വാദത്തിലാണ്. തന്നെയുമല്ല, ഇവിടെ ഇബ്നു ഹജർ തന്നെ പറഞ്ഞതും അവിടെ എന്താണെന്ന് ഞാൻ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. മുസ്ലിയാർക്ക് അതിനെ കുറിച്ച് മിണ്ടാട്ടമില്ല. അപ്പൊ പറയാണ് നബിദിനത്തിനും തെളിവുണ്ട്. നബിദിനത്തിന് തെളിവുണ്ട്, പിന്നെ എന്തിനാണ് ഈ സംവാദം? ഇപ്പോൾ ഈ സംവാദം ഇവിടെ സുന്നത്തിൽ ഉള്ള കാര്യമാണ് നബിദിനം എന്നുണ്ടെങ്കിൽ അതങ്ങ് തെളിയിച്ചാ പോരെ. അപ്പൊ ഇത് ഇല്ലാത്തതാണ്, ഞങ്ങൾ പുതുതായി കൊണ്ടുവന്നതാണ് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഇവരുടെ നേതാക്കൾ മുഴുവനും സമ്മതിക്കുന്ന കാര്യമാണ്, പുതിയ കാര്യമാണ് ഞങ്ങൾ ഈ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് അത് കൊണ്ടുവരാം എന്നാണ് ഇവരുടെ വാദം. അതിനാണ് ഈ വാദം ഇവിടെ നടക്കുന്നത് തന്നെയും. പുതിയ കാര്യങ്ങൾ ദീനുൽ ഇസ്ലാമിലേക്ക് കൂട്ടിക്കടത്തി കൊണ്ടുവരാം എന്നാണ് ഈ മുസ്ലിയാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോ നബിദിനത്തിന് തെളിവുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആൻ തന്നെ തെളിവുണ്ടെങ്കിൽ പിന്നെ ഈ കൂട്ടിക്കടത്തുന്ന പ്രശ്നം തന്നെയില്ലല്ലോ. ഞങ്ങൾ ചെയ്യുന്നതിനെല്ലാം വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്, തിരുസുന്നത്തിൽ തെളിവുണ്ട്, ഞങ്ങളൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല എന്നല്ലേ ഇവർ വാദിക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടിച്ചേർക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ദീനുൽ ഇസ്ലാമിലേക്ക് ഇനിയും ഏറെ ദീനുകൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന ശൈലിയിലാണ് അല്ലാഹു തആല എന്ന് പറഞ്ഞ് നിശിതമായി വിമർശിച്ച ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആ അധികാരത്തിലാണ് ഇവിടെ അള്ളാഹുവിന്റെ ആ അധികാരത്തിലാണ് ഈ മുസ്ലിയാർ ഇപ്പോൾ കൈകടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പക്കൽ ഇവിടെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഇല്ലാത്തത് കൊണ്ടല്ല, ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ ഉദ്ധരിക്കാനുണ്ട്. സമയമുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉദ്ധരിക്കുകയും ചെയ്യും. എന്നാൽ അതിനൊക്കെ മുകളിൽ ഇവിടെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് തെളിവ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ മുസ്ലിയാർ പോലും വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്ന 4 പ്രമാണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അഹ്ലുസുന്നയ്ക്ക് അത് 4 എണ്ണം മാത്രമേ ഉള്ളൂ. അത് മുസ്ലിയാർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ വേറെ ഇബ്നു ഹജർ എന്നോ ഇമാം നവവി എന്നോ ഒന്നും എഴുതി ചേർക്കാത്തത്. നിങ്ങൾക്കറിയാം. ആയതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ ഇമാം ഷാഫി എന്തുകൊണ്ടും അസ്കലാനിയേക്കാളും യോഗ്യനായ വ്യക്തിയല്ലേ? അദ്ദേഹത്തിന്റെ തെളിവാണ് എനിക്കിവിടെ ഇനി പറയാനുള്ളത്. നിങ്ങൾ കേൾക്കുക. വഹാദായദുല്ലു, ഇത് തെളിയിക്കുന്നു അലാ അന്നഹു ലൈസ ലി അഹദിൻ ദൂന റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന് താഴെ ഒരാൾക്കും തന്നെ യാതൊരു അധികാരവും ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന് കീഴെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഒഴികെ മറ്റൊരാൾക്കും തന്നെ യാതൊരു അധികാരവും ഇല്ല. അൻയഖൂല, പറയുവാൻ വേണ്ടി, ഇല്ലാ ബിൽ ഇസ്തിദ്ലാലി, തെളിവ് സമർപ്പിച്ചുകൊണ്ടല്ലാതെ. അപ്പൊ എത്ര വലിയ ഇമാമ് പറഞ്ഞാലും അത് തെളിവ് സമർപ്പിച്ചുകൊണ്ടല്ലാതെ അദ്ദേഹത്തിന് പറയാൻ യാതൊരു അധികാരവും ഇല്ല എന്നാണ് ഇമാം ഷാഫി കൃത്യമായിട്ട് പറയുന്നത്. ബിമാ വസഫ്തു, ഞാൻ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ, ഫീഹാദ, ഈ അധ്യായത്തിലും, വഫിൽ അദിലി, അതില് എന്ന അധ്യായത്തിലും, നീതി എന്ന അധ്യായത്തിലും, വഫീ ജദാഇ സ്വൈദി, അതുപോലെ തന്നെ വേട്ടയുടെ പ്രതിഫലം എന്ന അധ്യായത്തിലും അവിടെ ഞാൻ വിശദീകരിച്ചതുപോലെ, അവിടെയൊക്കെ ഞാൻ വിശദീകരിച്ചതുപോലെ, വലായഖൂല, ഇവിടെ ഒരാളും പറയാൻ പാടില്ല ബിമസ്തഹ്സൻ, എനിക്കിത് നന്നായി തോന്നുന്നു എന്ന രൂപത്തിൽ പറയാൻ പാടില്ല. ഇന്നൽ ഖൗല, ഈ അങ്ങനെയുള്ള ആ ഖൗല്, അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു ഖൗല്, ബിമസ്തഹ്സന ശൈഉൻ, ഒരു വസ്തു എനിക്ക് നന്നായി തോന്നുന്നു, നല്ലതാണ് എന്ന് പറയുന്ന ആ ഖൗല്, യുഹ്ദിസുഹു, അവൻ പുതുതായി അതിനെ കൊണ്ടുവരലാണ്, ലാ അലാ മിസാലിൻ സബഖ, മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം കൊണ്ടുവന്നത് തന്നെയാണ് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. ഒരു കാര്യം നല്ലതാണ് എന്ന് ഒരാൾ പറയുകയാണ്, ഒരു കാര്യം നല്ലതാണ്, അത് ദീനിൽ നല്ലതാണ് എന്ന് പറയുകയാണെങ്കിൽ അവനത് പുതിയതായി ഉണ്ടാക്കി കൊണ്ടുവന്നത് തന്നെയാണ്. അത് സ്വീകരിക്കാൻ നിവർത്തിയില്ല. അല്ലാഹുവിന്റെ റസൂലിനല്ലാതെ അങ്ങനെ ഇസ്തിദ്ലാൽ, തെളിവോടുകൂടിയല്ലാതെ പറയാൻ അധികാരമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ പറയാം. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് റസൂലിനത് പറയാൻ കഴിയും, അതല്ലാതെ മറ്റൊരാൾക്കും അത് പറയാൻ അധികാരമില്ല എന്നാണ് ഇമാം ഷാഫി ഇവിടെ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നല്ല കാര്യം എന്നുള്ള നിലക്ക് ദീനിലേക്ക് ഒരാൾക്കും തന്നെ കൂട്ടിച്ചേർക്കാൻ യാതൊരു അധികാരവും ഇല്ല എന്നാണ് ഇവരുടെ കൊണ്ടുവന്ന അസ്കലാനിയെക്കാളും ഒക്കെ വളരെ മുമ്പ് തന്നെ, ഹിജറ 3-ാം നൂറ്റാണ്ടിലെ പണ്ഡിതൻ, അതുപോലെ മദ്ഹബിന്റെ നിങ്ങളുടെ പണ്ഡിതൻ ഇമാം ഷാഫി, ലോകമാദരിക്കുന്ന പണ്ഡിതൻ, അദ്ദേഹമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് മുസ്ലിയാരെ? ഇതാണ് എന്റെ ചോദ്യം. ഇതിനെക്കുറിച്ച് നിങ്ങൾ മറുപടി നൽകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ ഉദ്ധരണി മൗലവിയുടെ തലക്ക് ശരിക്ക് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3 ഗണനമാണ് മൂപ്പരതിന് നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തായിരുന്നു ഇബ്നു ഹജർ തങ്ങളുടെ ഉദ്ധരണി ആദ്യം കൊടുത്തപ്പോൾ മൂപ്പര് പറഞ്ഞു, അത് മൊബൈൽ പോലത്തെ വസ്തുക്കള് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ടവരെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു അതല്ല, കാരണം അത് ഖിസ്മുൽ മുബാഹ്, ഹലാലിന്റെ ഇനത്തിൽ വരുന്ന ബിദ്അത്താണെന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോ മൂപ്പര് വീണ്ടും പ്ലേറ്റ് മാറ്റി. ആദ്യം പറഞ്ഞതിൽ നിന്നില്ല. അപ്പൊ പിന്നെ വാക്ക് മാറ്റി അദ്ദേഹം. മൂപ്പര് പറഞ്ഞു, അതെ, ആരാ ഇബ്നു ഹജറിനെ സ്വീകരിക്കൽ നമുക്ക് എന്താ ബാധ്യതയുണ്ട്? നമുക്ക് ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും അല്ലേ പ്രമാണം, അതുകൊണ്ട് തോട്ടിക്കിടുന്നായി. രണ്ടാമത് അപ്പൊ നമ്മൾ വീണ്ടും അതിനെ ഗണ്ണിച്ചു. അപ്പൊ മൂപ്പര് വീണ്ടും വാക്ക് മാറ്റി. അതെ, ഇബ്നു ഹജർ പറഞ്ഞതേ സുന്നത്തായ കാര്യത്തെക്കുറിച്ചാണ് ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞത് എന്നായി. ഇതിലേതാ ശരിയെന്ന് മൗലവിയാണ് പറയേണ്ടത്. അത് മൗലവി പറയേണ്ട കാര്യ, ഞാനല്ല. നിങ്ങൾ 3 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. സയ്യിദുന ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ ഉദ്ധരണിയെ കുറിച്ച് നിങ്ങൾ 3 വീക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതിലേതാണ് ശരിയെന്ന് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടില്ല. അത് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല ബേജാറുണ്ടല്ലേ? ബേജാറായിട്ട് കാര്യമില്ല. പിന്നെ മൂപ്പരുടെ കാര്യപ്പെട്ടൊരു ചോദ്യമായിട്ട് മൂപ്പര് കൊണ്ടുവന്നതാ. 5-ാമത്തെ ചോദ്യം മൂപ്പര് ചോദിച്ചു, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ
റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ റിസാലയിൽ പറഞ്ഞ ഒരു ഉദ്ധരണി അദ്ദേഹം കൊണ്ടുവരികയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? അള്ളാന്റെ റസൂലിനല്ലാതെ ഇസ്തിദ്ലാലില്ലാതെ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റൂല, മുസ്തഹ്സനാണെന്ന് പറയാൻ പറ്റൂല. ഇസ്തിദ്ലാല് വേണം. ഇസ്തിദ്ലാലിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്തഹ്സനായിട്ട് ഒരു കാര്യം പറയാൻ പറ്റൂ. അല്ലെങ്കിൽ അള്ളാന്റെ റസൂലിന് മാത്രമേ ഇസ്തിദ്ലാലില്ലാണ്ട് പറയാൻ പാടുള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. ശരിയാണല്ലോ. ഇമാമിങ്ങൾ ഒരു കാര്യം ഹസനാണ്, നല്ലതാണ്, മുസ്തഹ്സനാണ്, ദീനിൽ പുണ്യകരമാണ് എന്ന് പറഞ്ഞാൽ അതിന് തെളിവുണ്ടാകും. തെളിവില്ലാതെ പറയുന്ന ആളുകളല്ലല്ലോ ഇമാമിങ്ങൾ. ഇമാം ഇബ്നു ഹജർ തങ്ങള് ഹസനത്താണ് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്തുൻ ഹസനത്താണെന്ന് പറഞ്ഞാൽ അൻവർ മൗലവി അല്ലല്ലോ. ഇബ്നു ഹജർ തങ്ങൾക്ക് തെളിവുണ്ടാകും. ഇമാം ഷാഫിഈ പറഞ്ഞാൽ തെളിവുണ്ടാകും. ഇമാം നബവി പറഞ്ഞാൽ അവരുടെ അടുക്കൽ തെളിവുണ്ടാകും. തെളിവില്ലാതെ പറയുന്ന ആളുകളാണോ ഇമാമിങ്ങൾ? അല്ല, മുജാഹിദിന്റെ മൗലവിമാരല്ലല്ലോ ഇമാമിങ്ങൾ. അതുകൊണ്ട് തന്നെ തെളിവില്ലാത്ത പറയുന്ന ഇസ്തിദ്ലാലിനെ കൂടാതെ ഹസനാണെന്നോ മുസ്തഹ്സനാണെന്നോ പറയുന്ന ആളുകളല്ല ഇമാമിങ്ങൾ. ഇമാം ഷാഫിഈ തങ്ങളെയാണ് മൂപ്പര് തെളിവായിട്ട് ഉദ്ധരിച്ചത്. ഏതാ ഇമാം ഷാഫിഈ? അതല്ല രസം. നമ്മളെ ഇമാമിനെ നമ്മക്ക് പഠിപ്പിച്ചു തരാൻ വരികയാണ് മൂപ്പര്. അതല്ല രസം. മുജാഹിദിന് എന്ന ഇമാം ഷാഫിഈ സ്വീകാര്യനായത് നമ്മളെ മദ്ഹബിന്റെ ഇമാമിനെ നമ്മക്ക് പഠിപ്പിച്ചു തരാൻ. എന്താ ഇമാം ഷാഫിഈ പറഞ്ഞത് കേട്ടോളൂ. മുഹ്ദസാത്തുൽ ഉമൂരി ളർബാനി. പഠിച്ചു വെച്ച മൗലവിമാരെ, അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത പുതിയ സംഗതികൾ, പിന്നീട് ഉണ്ടാക്കപ്പെട്ട സംഗതികൾ രണ്ട് തരത്തിലുണ്ട്. അഹദുഹുമാ, ആ രണ്ടിലൊന്ന് മാ ഉഹ്ദിസ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹിൽ ബിദ്അത്തുൽ ളലാല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ദീനിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ്. അത് ഖുർആനിന് വിരുദ്ധമാണ്, ഹദീസിന് വിരുദ്ധമാണ്, ഇജ്മാഇനും ഖിയാസിനും വിരുദ്ധമാണ്. അങ്ങനെ ഒരു സംഗതി ദീനിൽ കെട്ടിയുണ്ടാക്കിയാൽ, ഏതുപോലെ മലയാള ഖുതുബ പോലെ, മുജാഹിദുകളുടെ അനറബി ഖുതുബ പോലെ, ജുമുഅയുടെ അറബി ഖുതുബ പോലെ, അനറബി ഖുതുബ പോലെ ദീനിൽ അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനും ഖുർആനിനും ഇജ്മാഇനും ഖിയാസിനും എതിരായി ഒരു കാര്യം കെട്ടിയുണ്ടാക്കിയാൽ അത് ബിദ്അത്തുൽ ളലാലയാണ്. എന്നാൽ അടുത്തത് ബഹുമാനപ്പെട്ടവർ പറയാ, വസ്സാനിയ, രണ്ടാമത്തത് മാ ഉഹ്ദിസ മിനൽ ഖൈരി. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല നല്ല കാര്യങ്ങളാണ്. കേട്ടോ മൗലവിമാരെ, ഇമാം ഷാഫിഈ പറയുന്നത് നല്ല നല്ല കാര്യങ്ങൾ എത്ര പുതുതായി ഉണ്ടാക്കി, ആ നല്ല നല്ല കാര്യങ്ങളാണ്. ലാ ഖിലാഫ ഫീഹി, അതിൽ ഒരു വൈരുദ്ധ്യവും ഇല്ല. ലിവാഹിദിൻ മിൻ ഹാദാ, ഖുർആനിനോ ഹദീസിനോ ഇജ്മാഇനോ ഖിയാസിനോ വൈരുദ്ധ്യങ്ങളില്ല. ഖുർആൻ പറഞ്ഞതിന് എതിരെ ഒരു ബിദ്അത്തല്ല, അത് ഹദീസ് പറഞ്ഞതിനെതിരെ ഒരു ബിദ്അത്തല്ല, ഇജ്മാഇനും ഖിയാസിനും വൈരുദ്ധ്യമല്ല അത്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ പിൽക്കാലത്ത് പുതുതായി ഉണ്ടാക്കപ്പെട്ടതുണ്ട്. അതൊന്നും ഫഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ, അതൊന്നും വിമർശിക്കപ്പെടേണ്ട ബിദ്അത്ത് അല്ല. ആ ബിദ്അത്തിനെ ഒന്നും വിമർശിക്കപ്പെടേണ്ടതല്ല. അതൊക്കെ ഹസനത്തായ ബിദ്അത്താണ്, നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞ ഇമാം ഷാഫിഈ തങ്ങളെ നിങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങൾ എന്താ പറയുന്നത്? ബിദ്അത്തെല്ലാം പേച്ചതാന്നാ ഇമാം ഷാഫിഈ പറഞ്ഞ? അല്ല, അങ്ങനെ പറയല്ല, എല്ലാം പേച്ചതല്ല. ഈ ഷാഫി ഇമാമിനെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ തെളിവുദ്ധരിക്കുന്നത്. കഷ്ടം. അപ്പൊ മൗലവി സാഹിബ് കൊണ്ടുവന്ന ഉദ്ധരണികളും ഹദീസുകളും എല്ലാം ചീറ്റിപ്പോവുകയാണ്. എന്താ ചെയ്യുക? നേരാം വണ്ണം ചോദ്യം പോലും ചോദിക്കാൻ മൗലവി ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും.